ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഞാൻ ഏതൊക്കെയാണ് ഹോംവർക്ക് തന്നെ? ഓക്കെ, അതായത് 2ഉം 3 അല്ല 3ഉം 4ഉം 5 ഹോംവർക്ക് തന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇതാണ് ക്വസ്റ്റ്യൻ. The angle of depression of a boat B from the top of a vast tower 200 meter high is 30 degree. Find the distance of boat from the foot to sea of vast tower. ഇവിടെ ആദ്യം തന്നെ പടം വരയ്ക്കണം അല്ലേ? അതായത് ഒരു ടവർ വരയ്ക്കണം. ടവറിന്റെ ഹൈറ്റ് എത്ര? 200 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ ടവറിന്റെ ടോപ്പ് എ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഫൂട്ട് സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടവറിന്റെ ടോപ്പിൽ നിന്ന് ഒരു ബോട്ട് ബി എയിലോട്ട്, ഇതാണ് ബോട്ട് ബി, ഈ ബി എയിലോട്ടുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഏത് ആംഗിൾ വരും? ഈ ആംഗിൾ വരും അല്ലേ? ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഇത് 30 ഡിഗ്രി ആണെന്ന് പറയുന്നത്. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഞാൻ പറയുന്നത് ഇസഡിന്റെ ഇടയ്ക്ക് ഫോം ചെയ്യുന്ന രണ്ട് ആംഗിളും ആയിരിക്കും സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? ഇത് 30 ആണെങ്കിൽ 30 ആയിരിക്കും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൂട്ട് ഓഫ് സിയും ബോട്ടും തമ്മിലുള്ള 30 ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഗിവണും കണ്ടുപിടിക്കുന്നതും തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു ഇക്വേഷൻ വേണം കണ്ടുപിടിക്കാൻ. ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് അഡ്ജസൻറ്റ് സൈഡാണ് അല്ലേ? അപ്പം ഓപ്പോസിറ്റ് അഡ്ജസ്റ്റിനെ കണക്ട് ചെയ്യുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ഏതാ? tan ആണ്. അപ്പോൾ tan 30 ഈക്വൽ ടു എന്താ? tan 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ ബി സി ആണ് കണ്ടുപിടിക്കുന്നത്. tan 30 എന്ന് പറയുമ്പോൾ 1/√3 ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ ബി സി ആണ് കണ്ടുപിടിക്കുന്നത്. ബി സി കണ്ടുപിടിക്കാൻ വേണ്ടി √3 ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. ബി സി ഈസ് ഈക്വൽ ടു 200 ഇൻറ്റു √3 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് 200 ഇൻറ്റു 1.732 എന്ന് വരുന്നു അല്ലേ? അപ്പോൾ 4 3 ഇൻറ്റു 2 6 7 ഇൻറ്റു 2 14 ഇഷ്ടമൊന്ന് 2 2 1 3 1 2 3. അപ്പം ഇനിയും 0 0. ഇനി എന്തിട്ടാൽ മതി? ഒരു പോയിന്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ 3464 മീറ്റർ ആയിരിക്കും അതിൻ്റെ ദൂരം. ആൻസർ ചെക്ക് ചെയ്യുന്നൊക്കെ മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. ഓൺലൈനിൽ ഇരിക്കുന്നവർ മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. 346.4 അല്ലേ? 3 പോയിന്റ് ഉണ്ട്. ശരിയാണ്, സോറി.
question. The diagonal of a rectangular diagonal of a rectangular plot is 250 meter long if the length of side is 125 meter. Find the angle that diagonal makes with this side. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ട് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ റെക്റ്റാങ്കിൾ അങ്ങ് വരയ്ക്കുക. ഓക്കെ, അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ? അതായത് ഡയഗണൽ ഓഫ് എ റെക്റ്റാങ്കുലർ പ്ലോട്ട് ഈസ് 250 മീറ്റർ. ഡയഗണലിൻ്റെ ലെങ്ത് ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഡയഗണൽ, ഇതാണ് ഡയഗണൽ, ഓപ്പോസിറ്റ് വേർട്ടെക്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നല്ലേ? അതിൻ്റെ ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? 250 തന്നിട്ടുണ്ട് ആണല്ലോ. 250 തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കുന്നുള്ളത്? ഇഫ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഈസ് 125. ലെങ്ത് അതിൻ്റെ സൈഡ് 125 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഫൈൻഡ് ദ ആംഗിൾ ദാറ്റ് ഡയഗണൽ മേക്ക് വിത്ത് ദിസ് സൈഡ്. അപ്പം ഈ ഡയഗണൽ ഈ സൈഡുമായിട്ട് മേക്ക് ചെയ്യുന്നത് ഈ ആംഗിളാണ് കണ്ടുപിടിക്കുന്നത്, തീറ്റ. അപ്പോൾ നമുക്ക് ഏതൊക്കെ സൈഡാണ് കണക്ട് ചെയ്യേണ്ടത്? ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന സൈഡ് ഏതൊക്കെയാണ്? ഈ ട്രയാങ്കിളിനെ വെച്ച് നോക്കുമ്പോൾ ഹൈപ്പോട്ടന്യൂസും അഡ്ജസന്റും ഹൈപ്പോട്ടന്യൂസും കണക്ട് ചെയ്യുന്ന ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ? ഒന്നുകൂടെ ആലോചിച്ചു. കോസ് നോക്കിക്കോളൂ. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അഡ്ജസന്റ് ബൈ എന്താ? ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം കോസ് തീറ്റ, ഇവിടെ തീറ്റ കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസന്റ് എന്താ? 125. ഇതെത്രയാ? ഹൈപ്പോട്ടന്യൂസ് എത്രയാ? 250. 125നെയും ഇതിനെയും വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/2 വരും. കോസ് തീറ്റയുടെ ഏത് വാല്യൂ വരുമ്പോഴാണ് 1/2 വരുന്നത്? അല്ല, കോസിന്റെ ഏത് വാല്യൂ വരുമ്പോഴാണ്? ഏത് വാല്യൂ വരുമ്പോഴാണ് നിരഞ്ജൻ 1/2 വരുന്നത്? നിരഞ്ജൻ, കോസിന്റെ ഏത് വാല്യൂവിനാണ് റേഷ്യോ 1/2 വരുന്നത്? എത്ര? 60. അപ്പൊ ആംഗിൾ ഇവിടെ എത്രയായിരിക്കും? തീറ്റ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 60 അല്ലേ? ശരിയല്ലേ? അത്ര ഉള്ളതായിരിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ K+6 എന്നാണോടാ? എനിക്ക് സൈഡിൽ നിന്ന് കാണുന്നില്ല. സായി പറഞ്ഞേ. K+6 എന്നാണ് ഞാൻ പറഞ്ഞത്. K+6 ഹോൾ ഇൻറ്റു എക്സ് പ്ലസ് 2 × 2K+1. അടിപൊളി ക്വസ്റ്റ്യൻ അത്. പെട്ടെന്ന് ചെയ്തോ? സായി ചെയ്തോ? വേറെ ചെയ്തോ? ചെയ്തോണ്ടിരിക്കുക. ആ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. നല്ല ക്വസ്റ്റ്യനാണ്, പക്ഷേ പെട്ടെന്ന് ചെയ്യാം. നമ്മുടെ അത്ലീറ്റ് വല്ലതും നടക്കുന്നുണ്ടോ? അത്ലീറ്റിനെ കാണുന്നില്ല. ജോഹാന്റെ പുറകെ ഇരിക്കുന്നതുകൊണ്ട് അത്ലീറ്റിനെ കാണുന്നേ ഇല്ല. അത്ലീറ്റ് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരുന്നേ. അത്ലീറ്റ് എനിക്കൊന്ന് കാണണം അത്ലീറ്റിനെ. സന ഓക്കെ ആണോ? സന ഓക്കെ സർ. അടുത്ത നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ. എ വെർട്ടിക്കൽ ടവർ ഈസ് 20 meter high. A man standing at some distance from the tower knows that the cosine of angle
that the cosine of angle, cosine means cos തന്നെയാണ്, cosine of the angle, cosine of the angle of elevation, cosine of angle of elevation of the top, of the tower, is 0.53. How far, ഈ ഒരു പ്രശ്നമുണ്ട്. അത് ഈ കൊസൈൻ ഫോറും എന്നൊക്കെയുള്ള സാധനങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നോ? ഒരു കാര്യം ആ പ്രശ്നം വേണം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇത് 0.5 തന്നെ എഴുതിക്കും. 0.5. How far is he standing from the foot of the tower, from the foot of the tower. ട്രൈ ചെയ്തു. എന്തായി ആയിരുന്നില്ല കേട്ടില്ല. എത്ര ദിവസം കുറേ ചെയ്യാനുണ്ടോ?
ആക്കി ഫ്രൂട്ട് സാലഡ്. രോഹിത് എന്തായി? സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചിന് ഒരാളെ ഞാൻ ഒഴിവാക്കും, പക്ഷെ ബാക്കി രണ്ടുപേരും ഒഴിവാക്കുന്നു പ്രതീക്ഷിക്കരുത്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയോ, ഒരു വെർട്ടിക്കൽ ടവർ എന്ന് പറയുന്നത് അതായത് 20 മീറ്റർ ഹൈ ആണ്. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് സം ഡിസ്റ്റൻസ്. മാൻ ഇവിടെ നിൽക്കുമെന്ന് വിചാരിച്ചോ. ഫ്രം ദ ടവർ നോസ് ദാറ്റ്